റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് എന്ത്, വലുത് ഏത് ചെറുത് ഏത്, അതായത് ഏറ്റവും വലുത് ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണെന്നുള്ളത് തന്നിട്ടുള്ളത് 1/5, 2/5, 3/5, 4/5. ഈ തന്നിട്ടുള്ളതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ആദ്യം തന്നെ. എന്താണ് ഈ തന്നിട്ടുള്ളതിൽ ഈ 4 നമ്പേഴ്സിന്റെയും ഡിനോമിനേറ്റർ, അതായത് ഛേദം എന്താണ്, സെയിം ആണ്. അപ്പം ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ ചോദ്യം ഒരേപോലെ ആകുന്ന കേസിൽ, അതായത് താഴത്തുള്ളത് സെയിം ആവുന്ന കേസിൽ ഏറ്റവും വലുത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന അംശത്തിൽ ന്യൂമറേറ്ററിൽ ഏറ്റവും വലുതേതാണോ അതായിരിക്കും എന്ത് വലിയ നമ്പർ. അതായത് ഈ ഒരു കേസിൽ എന്താണ് 4/5 ആണ്. അപ്പൊ ചെറുത് ഏതാണ്, ചെറുത് ഏറ്റവും ചെറിയ നമ്പർ ഇതിൽ ഏതാണോ അതായിരിക്കും ചെറുത്. അപ്പൊ ഈ ഒരു കേസിൽ ഏറ്റവും വലുത് 4/5, ഏറ്റവും ചെറുത് 1/5. അപ്പൊ അതെന്താണ്, ഇത്ര മാത്രം മനസ്സിലാക്കുക. എന്താണ് ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ ന്യൂമറേറ്ററിൽ വലുത് ഏതാണോ അതായിരിക്കും വലുത്, ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ അത് ചെറുത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? 7/11, 2/11, 5/11, 6/11. അതായത് ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ ഛേദമൊക്കെ എന്താണ് സെയിം ആണ്. അപ്പൊ ഇവിടെ നിന്ന് വലുത് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ 7, 2, 5, 6 എന്നുള്ളതിൽ ഏറ്റവും വലിയ അംശം, അതായത് ഏറ്റവും വലിയ ന്യൂമറേറ്റർ ഏതാണ്, 7 7/11 ആണ് ഇതില് എന്നാണ് తెలిയത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് എന്താണ് ഇങ്ങനെ റേഷണൽ നമ്പേഴ്സ്, അതായത് ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ന്യൂമറേറ്റർ അംശം സെയിം ആവുന്ന കേസിൽ എന്ത് മനസ്സിലാക്കുക? അതായത് നേരത്തെ പറഞ്ഞ ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസ് ഇവിടെ നോക്കി 6/4, 6/5, 6/3, 6/2. ഇവിടെ ന്യൂമറേറ്റർ ഒക്കെ സെയിം ആണ്. ന്യൂമറേറ്റർ സെയിം ആകുന്ന കേസിൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതാണോ അതായിരിക്കും എന്ത് വലിയ നമ്പർ. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതാണോ അതായിരിക്കും ഇവിടെ വലിയ നമ്പർ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേസിൽ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം 6/2 ആയിരിക്കും ഇവിടെ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പർ. ഓക്കെ, അപ്പൊ ഇനിയൊരു ടൈപ്പും കൂടി ഉണ്ട്. ആ ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ ബൈ.